സിസു 2 2022 പുറത്തിറങ്ങിയ സിസു എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് നവംബർ 21 റിലീസായ സിസു 2. സിനിമ ഞാൻ ഇന്നാണ് കണ്ടത്. കഴിഞ്ഞ ആഴ്ച കാണണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ച വേറൊരു സിനിമ കണ്ടതിനാൽ പിന്നെ ഈ ആഴ്ച ഇന്നാണ് സമയം കിട്ടിയത്. ആസ് എക്സ്പെക്റ്റഡ് പ്രതീക്ഷകൾ നിലനിർത്തി. പിന്നെ സിസു നമ്മൾ ഫസ്റ്റ് കണ്ട സമയത്ത് അതിനൊരു ഷോക്ക് വാല്യൂ ഉണ്ടായിരുന്നു. കാരണം അത് അത്രയും ഒരു നല്ല രീതിയിൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഫൈറ്റ് സീക്വൻസും ആ ബ്ലഡും ഗോറും ആ കില്ല് നാസി സോൾജേഴ്സിനെ ഫസ്റ്റ് മൂവിയിൽ പരാജയപ്പെടുത്തുന്നത് അതൊരു ഇതാണ് അതിനകത്ത് മെയിനായിട്ട് ഉള്ള ഒരു പ്ലസ് പോയിന്റ്. അപ്പൊ അവർക്കെതിരെ ഉപയോഗിക്കുന്ന ആ ഒരു പലതരത്തിലുള്ള ഇംപ്രവൈസ്ഡ് ടെക്നിക്സ് ആണ് ആ സിനിമയിലെ ഒരു ഹൈ പോയിന്റ് ആയിട്ട് ഉള്ളത്. അപ്പം സിസു 2 വരുമ്പോഴത്തേക്കും ഇത് നാസി ജർമ്മനിക്ക് പകരം ഇത് സോവിയറ്റ് റഷ്യയിലെ പട്ടാളക്കാരെയാണ് ഇത് നേരിടുന്നത്. അതായത് മുന്നത്തെ ഇവന്റ് കഴിഞ്ഞ് 1944 ലാപ്ലാൻഡ് വാറിനെ തുടർച്ചയായിട്ട് പിന്നീട് സോവിയറ്റ് യൂണിയനും ഫിൻലാൻഡുമായിട്ട് ഒരു യുദ്ധം തീർന്നു. അതിനുശേഷം നാസി ജർമ്മനിയെ അവിടെ നിന്ന് ഫിന്നിഷുകാർ യുദ്ധം ചെയ്ത് പറഞ്ഞയക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഫിൻലാൻഡിന്റെ കുറെ പ്രവിശ്യ, അതായത് ഫിൻലാൻഡിന്റെ ഒരു 9% വരുന്ന ഭൂപ്രവിശ്യ റഷ്യക്ക് അടിയറവ് വെക്കുകയുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് ഫിൻലാൻഡും റഷ്യയുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സിനിമയുടെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറയാമോ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സ്റ്റോറി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു നമ്മുടെ നായക കഥാപാത്രമായിട്ട് അവതരിക്കുന്ന അദ്ദേഹത്തിന്റെ അറ്റാമി കോൾപി എന്ന് പറഞ്ഞ അത് കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഫിന്നിഷ് സോൾജർ ആയിരുന്നു. ഒരു വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള മാൻ ഹൂ റെഫ്യൂസ് ടു ഡൈ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇതൊരു റിയൽ ലൈഫ് സോൾജറുടെ ലൈഫ് ഇതിൽ കുറച്ച് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന് അണിയർ പ്രവർത്തകർ ഇവര് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സംവിധാനം ചെയ്തേക്കുന്ന ജൽമാരി ഹെലാൻഡർ ആണ് സംവിധാനം ചെയ്തേക്കുന്നത്. ഇത് ഒറിജിനൽ മൂവി, ഇതൊരു ഫിനിഷ് പ്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മൂവി കുറച്ചുകൂടെ ഹോളിവുഡ് ആൾക്കാരെ എല്ലാം കൊണ്ടുവന്നിട്ട് അത് ഒരു ഹോളിവുഡ് ലെവലിലേക്ക് അത് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ നിന്നും നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിൽ നായകന്റെ ഒരു ഫാമിലി നഷ്ടപ്പെടുന്നതായിട്ടും ആ ഫാമിലിയെ കൊല ചെയ്യുന്ന അയാള് സോവിയറ്റ് ഒരു പട്ടാളക്കാരനോട് ഒരു KGB ഏജന്റിനോട് പ്രതികാരം ചെയ്യുന്നതുമാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പൊ അതുമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു പട്ടാളക്കാരന്റെ ഒരു ബാക്ക്ഡ്രോപ്പും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ പട്ടാളക്കാരനായിട്ട് വരുന്നത് ഒരു ഹോളിവുഡ് നടനാണ് സ്റ്റീഫൻ ലാങ്. അദ്ദേഹം ഇതിനു മുന്നേ ഡോൺ ബ്രീത്ത് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. അതുപോലെ തന്നെ അവതാറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ തീരുന്ന ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂർ റൺ ടൈം മാത്രമേ ഉള്ളൂ. തീരെ ബോറൊന്നും അടിക്കത്തില്ല. ആക്ഷൻസ് എല്ലാം മറ്റ് സിനിമയിൽ പോലെ തന്നെ കുറച്ചുകൂടെ ലാർജ് സ്കെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരു ട്രക്കാണ് അദ്ദേഹം ആദ്യം ഉപയോഗിച്ചുകൊണ്ട്, ട്രക്കിന് പിന്നീട് അപകടം പറ്റിയപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് അത് ട്രെയിനിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ബാലിസ്റ്റിക് മിസൈൽ, അങ്ങനെ അതിന്റെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ സ്റ്റണ്ടുകൾ അവര് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ആ സിനിമയുടെ ഹൈ പോയിന്റ്. പിന്നെ യൂഷ്വൽ സിസു എന്നുള്ള ആ ടേമിന്റെ പദം തന്നെ, അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. അതെന്ന് വെച്ചാൽ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും കീഴടങ്ങാത്ത ആ ഒരു മനോധൈര്യത്തെയാണ്. അത് ഫിൻലൻഡുകാരുടെ ഒരു ദേശീയ വികാരമാണ് ആ സിസു എന്നുള്ള വാക്ക്. അതിനൊരു യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് അത് അവരുടെ ഒരു നാഷണൽ പ്രൈഡിനെയും ഒരു നാഷണൽ ഗ്രിറ്റിനെയും സോവിയറ്റ് യൂണിയൻ പോലത്തുള്ള ഒരു വലിയ രാജ്യവുമായിട്ട് വർഷങ്ങളോളം യുദ്ധം ചെയ്ത് പിന്നീട് അവര് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവരൊരു പീസ് ട്രീറ്റി, പാരീസ് പീസ് ട്രീറ്റിയിലൂടെ അവർ രാജ്യത്തിന്റെ ആ ഒരു ആത്മാഭിമാനം ഒരു പുനർ കൊണ്ടുവന്നതിന്റെ ആ ഒരു പരിസമാപ്തിയായിട്ടാണ് ഈ സിനിമ ഇതില് ക്ലൈമാക്സ് അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലാണ്. കാരണം അയാള് തിരിച്ച് ഫിൻലാൻഡിലേക്ക് പോവുകയും അയാളുടെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ഓർമ്മയുടെ ഭാഗമായിട്ട് അവിടുന്ന് അയാൾ പൊളിച്ചുകൊണ്ട് വന്ന വീട് അത് വീണ്ടും ഫിൻലാൻഡിൽ കൊണ്ടുവന്ന് അത് പണി കഴിപ്പിക്കുന്നിടത്ത് ആ സിനിമയുടെ ഒരു ക്ലൈമാക്സിലേക്ക് വരികയാണ്. അപ്പം സ്റ്റോറി ഇങ്ങനെ പറയുന്നത് കൊണ്ട് അത് കാണുന്നവർക്ക് സ്പോയിലർ ഒന്നും ആകത്തില്ല. കാരണം ഇത് സിനിമ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്.
നിങ്ങൾക്ക് റാംബോ അല്ലെ കമാൻഡോ അങ്ങനെ പോലുള്ള സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് ഹൈ വയലൻസും കുറച്ച് ഹൈ ഒക്ടെയിൻ മൂമെന്റ്സും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു മാസ് ഒരു മസാല ആക്ഷൻ ഹോളിവുഡ് മൂവി എന്ന് തന്നെ പറയാം. ബട്ട് ഗ്രൗണ്ടഡ് ഓൺ ഫിനിഷ് ആ ഒരു ഫോക്ലോറും ഫിനിഷ് കൾച്ചർ ആൻഡ് ഫിനിഷ് നാഷണാലിറ്റിയാണ് ഈ സിനിമയിൽ അവർ പറഞ്ഞു വെക്കുന്നത്. ഇത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫിൻലൻഡ് ക്രൂവും അതിന്റെ എല്ലാവരുമാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ട്രീറ്റ്മെന്റ്, എസ്പെഷ്യലി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ സിസുവിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഒരു ഹൊറിഫൈങ് ആയിട്ടുള്ള, എന്നാൽ ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു വളരെ നല്ലൊരു മ്യൂസിക്കാണ്. ഇപ്പം ഈയിടെയായിട്ട് ഹോളിവുഡിൽ കുറേയൊക്കെ വോക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾ വരുന്നത് കാരണം ഇതുപോലത്തുള്ള ഒരു മാസ്കുലിൻ മൂവിയൊക്കെ വരുന്നത് ആൾക്കാർക്ക് അത് കണ്ട് അപ്രീസിയേറ്റ് ചെയ്യാൻ അത് ശരിക്കും ഒരു അവസരം തന്നെയാണ്. ഇതുപോലുള്ള സിനിമകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണുക. അത് അതിന്റെ തിയേറ്റർ വെർത്താണ് അതിൽ വാച്ച് ചെയ്യുന്നത്. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്താലേ ആ ആക്ഷൻസിനകത്തുള്ള കൊറിയോഗ്രാഫിയിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട മൂവിയാണ്.